എൻ്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഷിയാസിനെതിരെ വന്നിരിക്കുന്ന പുതിയ കേസ്. അതിനെക്കുറിച്ച് ഷിയാസിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അവരെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ ഒന്നും അറിയില്ല. പക്ഷെ ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങളെ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവരെന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയാണ്. ഞാൻ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മയുടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിന് ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് ഷിയാസിന് പറയുവാനുള്ള കാര്യങ്ങൾ. എന്തായാലും സത്യം ഒരു നാൾ വിജയിക്കുമെന്ന് തന്നെ പറയാം. മെയിൻ സ്ട്രീം മീഡിയാസിൽ പോലും ഷിയാസിനെതിരെയുള്ള ന്യൂസുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. ഇതേ തുടർന്നായിരുന്നു ഷിയാസിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആരുടെ ഭാഗത്താണോ സത്യം അത് വിജയിക്കുക തന്നെ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.